വിശ്വനാഥൻ റിലീസ് ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് നൂൺ ഷോ കാണാൻ എനിക്ക് ധൈര്യമില്ല. ഞാൻ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് വരണം. അപ്പോൾ നൂൺ ഷോ കഴിഞ്ഞിട്ട് നല്ല അഭിപ്രായങ്ങൾ എല്ലാ സ്ഥലത്തുനിന്നും കേൾക്കുന്നുണ്ട്. അപ്പം ആ ധൈര്യത്തിൽ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടിയിട്ട് ശ്രീകുമാർ തിയേറ്റർ, തെങ്കാശി പട്ടണം കണ്ട അതേ തിയേറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ടെലിഫോൺ STD ബൂത്തുണ്ട്. അപ്പോൾ ഞാൻ ദിലീപിനെ ഒന്ന് വിളിച്ചേക്കാം, എന്താണ് അവന് കിട്ടിയ റിപ്പോർട്ട്സ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ആ ബൂത്തിൽ കയറാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ മാറ്റിനി കഴിഞ്ഞിട്ട് മാറ്റിനി കണ്ടിട്ട് ഈ ബൂത്തിലേക്ക് കയറിയ ഒരു സംവിധായകൻ, ആളുടെ പേര് ഞാൻ പറയുന്നില്ല, ആ സംവിധായകൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് കേട്ടു. ബൂത്ത് തുറക്കെ വിളിച്ച് പറയണത് സംസാരിക്കുന്നത് ദിലീപിനോടാണെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം പറയുന്നത് ഈ സിനിമയിൽ ഒരുപാട് ലാഗ് ഉണ്ടെന്നും ലെങ്ത്ത് കൂടുതലാണെന്നും അതിൽ ഒരു ആക്ഷൻ സീക്വൻസ് കുറച്ച് ഓവറാണെന്നും അതൊക്കെ കട്ട് ചെയ്യണം, ആളുകൾ ചിരിക്കുന്നുണ്ട് പക്ഷേ ഈ സ്ഥലങ്ങളൊക്കെ ഭയങ്കര അപകടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി. കാരണം ഞാൻ നല്ല റിപ്പോർട്ടാണ്, സാധാരണക്കാരായ സിനിമ കണ്ട് മടങ്ങിയ ആൾക്കാരോടൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഉഗ്രനാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഉടനെ ദിലീപിൻ്റെ ഒരു കോള് വരാൻ സാധ്യതയുണ്ടെന്ന്. അങ്ങനെ ഞാൻ ദിലീപിനെ അങ്ങോട്ട് വിളിച്ചു. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾ ഫോൺ കട്ട് ചെയ്തിട്ട് ഇറങ്ങിയപ്പോൾ എന്നെ കണ്ടിട്ട് പെട്ടെന്ന് മുഖം മഞ്ഞച്ചു പോയി. കാരണം ഞാൻ പുറത്ത് നിൽക്കണം, ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പുള്ളിക്ക് മനസ്സിലായി. ഞാൻ പിന്നെ ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് സിനിമ, ഇഷ്ടമായില്ലേ എന്ന് ചോദിച്ചപ്പോൾ പോരലാലോ എന്ന് പറഞ്ഞിട്ട് പുള്ളി അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ ദിലീപിനെ വിളിച്ചു. അപ്പോൾ ദിലീപ് പറഞ്ഞു, ദിലീപിന് ഞാൻ കേട്ടതാണ് തൊട്ട് മുമ്പ് ഈ ഡയറക്ടർ പറയുന്നത്, പക്ഷേ ദിലീപ് എന്ത് പറഞ്ഞു, കേരളത്തിലെല്ലാ സ്ഥലത്തും ആ ഒരു ഫൈറ്റ് സീക്വൻസിൻ്റെ ഇടയിലുള്ള സലിം കുമാറിൻ്റെ ഒരു പോർഷൻ, സൈക്കിൾ ഫൈറ്റിൻ്റെ ചില പോർഷൻസൊക്കെ ഭയങ്കര ലാഗാണെന്നാണ് പറയുന്നത്, കൂവലുണ്ടെന്ന് പറയുന്നു തിയേറ്ററിൽ, ആ സ്ഥലത്ത് കൂവലുണ്ട്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് എല്ലാ തിയേറ്ററിൽ നിന്നും ആ പോർഷൻസ് 2-3 പോർഷൻസ് പറഞ്ഞു അത് മുഴുവൻ കട്ട് ചെയ്യണമെന്നാണ്. ഞാൻ സിനിമ ഒന്ന് തിയേറ്ററിൽ കാണട്ടെ, എന്നിട്ട് എവിടെയാണ് ആൾക്കാർ കൂവണമെന്ന് ഞാൻ നേരിട്ട് കണ്ടതിന് ശേഷം, തിരുവനന്തപുരത്തൊന്നും കൂവലില്ല എന്നാണല്ലോ കേട്ടതെന്ന്, അങ്ങനെ ഉള്ളതായിട്ട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അല്ലല്ലോ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂവലുള്ളത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ സിനിമ കാണാൻ ഫസ്റ്റ് ഷോയ്ക്ക് കയറി. തിയേറ്റർ തുടങ്ങി അവസാനിക്കുന്നത് വരെ ചിരിയും കയ്യടിയും ബഹളമാണ്. ഈ പറഞ്ഞ ഒരു സ്ഥലത്തും കൂവലോ കാര്യങ്ങളോ ഇല്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ ദിലീപിനെ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ദിലീപ് ആരാ പറഞ്ഞത് കൂവലുണ്ടെന്ന്? ഒരു കൂവലും ഇല്ല, ആൾക്കാർ നന്നായിട്ട് അല്ലല്ല എറണാകുളത്ത് കൂവലുണ്ട് എന്നാണ്. ഞാൻ എറണാകുളത്ത് കൂവലുണ്ടെങ്കിൽ എറണാകുളത്ത് എന്തോ പ്രശ്നമുണ്ട്, ആരോ